തമിഴ്നാട്ടിൽ രാഷ്ട്രീയം മാറി മറിയുന്നു. ആര് മുഖ്യമന്ത്രിയാകും, എപ്പോഴാകുമെന്ന് ആർക്കും ഉറപ്പില്ല. ഇന്നലെ മൂന്നാം വട്ടവും വിജയ് ഗവർണറെ കാണാനെത്തി. ഇതോടുകൂടി സത്യപ്രതിജ്ഞ ഇന്നുണ്ടാകുമെന്നുള്ള വാർത്തകൾ മലയാള മാധ്യമങ്ങളടക്കം നൽകി. പിന്നീടാണ് ഗവർണർ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടത്. വിജയ് വന്നത് തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കണമെന്ന് പറയാനല്ല, തന്റെ ഭൂരിപക്ഷം ഇത്രയുണ്ടെന്ന് പറയാനല്ല, വന്നതൊക്കെയും അബദ്ധമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. വിജയ് വന്നത് 2 ആഴ്ചത്തെ കൂടി സമയം നീട്ടിച്ചോദിക്കാനാണ് വന്നത്. ഗവർണർ പറഞ്ഞത് 2 ആഴ്ച സമയം നൽകാൻ കഴിയില്ല എന്നാണ്. ഏതായാലും കൊണ്ടുവന്ന പാടെ കാണിച്ച ആ പിന്തുണ കത്തുകൾ, അതിലൊരു കത്ത് വ്യാജ കത്തായിരുന്നു. അതിന്റെ പേരിൽ ഇപ്പോൾ കേസുമായിരിക്കുന്നു. പിന്നീട് പിന്തുണയായി കാണിച്ചത് വാട്സപ്പ് ചാറ്റുകളാണ്. അങ്ങനെ സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. നിലവിൽ വിജയ്ക്ക് പിന്തുണ കൊടുത്ത, അതായത് പിന്തുണ കത്തുകൾ കൊടുത്ത പാർട്ടി കോൺഗ്രസ്, CPM, CPI എന്നിവർ മാത്രമാണ്. ഇതിൽ വിടുതല ചെറുതയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റ്, പിന്തുണയ്ക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് വാട്സപ്പ് ചാറ്റാണ് ഗവർണറെ കാണിച്ചത്. അതിനിടയിൽ വിജയ്ക്ക് പിന്തുണ നൽകുമെന്ന് പറഞ്ഞ IUML ലീഗിന്റെ MLA മാർ ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറി തുടങ്ങിയിട്ടുമുണ്ട്. ഏതായാലും വിടുതല ചിരുതെ പറയുന്നത് തങ്ങൾ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല, ഏതായാലും കത്ത് നൽകുമെന്നൊരു സൂചന അവർ നൽകുന്നുണ്ട്. ഇതിനിടയിലാണ് AMMKയുടെ, അതായത് TTV ദിനകരന്റെ പാർട്ടിയായ AMMKയുടെ ഒരു MLA കാമരാജ്, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വ്യാജ കത്തും ഗവർണർക്ക് നൽകിയിരുന്നു. തുടർന്ന് അത് കത്ത് വ്യാജമാണെന്ന് തിരിച്ചറിയുകയും ഇപ്പോൾ അതിനെതിരെ TTV ദിനകരൻ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വാട്സപ്പ് ചാറ്റും അതുപോലെ തന്നെ വ്യാജ കത്തുകളുമൊക്കെയാണ് ഗവർണറുടെ മുമ്പിൽ ഇതുവരെ ഹാജരാക്കിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിജയ് നേരിട്ട് കളത്തിലിറങ്ങുകയും എല്ലാ ചെറു പാർട്ടികളുടെ ഓഫീസിൽ പോവുകയും അവർക്ക് വമ്പൻ ഓഫറുകൾ നൽകുകയുമാണ് ചെയ്യുന്നത്. ഇതിൽ വിടുതല ചിരുതയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനവുമൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല. 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ ബഹുദൂരം ഓടുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.